ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഞാനിപ്പോൾ യൂറോപ്പിലെ പോളണ്ടിലാണുള്ളത്. ക്രിസ്മസ് തൊട്ട് ധനഹാ തിരുനാൾ വരെയുള്ള 12 ദിവസങ്ങളിൽ ഇവിടെ പോളണ്ടിൽ, പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, പക്ഷേ പോളണ്ടിൽ സവിശേഷമായിട്ടുണ്ട്. ഈ വൈദികർ, ഇടവകയിലെ വികാരിയച്ഛനും അല്ലെങ്കിൽ കൊച്ചച്ചന്മാരും വീട് സന്ദർശനം നടത്തും. അങ്ങനെ വീട് സന്ദർശനം വരുന്നത് അവരുടെ കൂട്ടത്തിൽ ആൾക്കാരെ കുട്ടികളുണ്ടാകും. അങ്ങനെ വികാരച്ചൻ വന്ന് വീട് ബ്ലസ് ചെയ്ത് വീട്ടുകാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആൾക്കാരെ കുട്ടികൾ നനഞ്ഞ ചോക്ക് കൊണ്ട് പ്രധാന കവാടത്തിൻ്റെ പുറകിലോ അല്ലെങ്കിൽ കട്ടിളപ്പടിയിലോ കെ, ഇംഗ്ലീഷിൽ കെ +M+B, പിന്നെ വർഷം, ഇപ്പോൾ ഈ കൊല്ലമാണെങ്കിൽ 2024 എന്ന് എഴുതും, 2023 ആണെങ്കിൽ 2023 എഴുതും. അപ്പോൾ K+M+B. നിങ്ങൾ പോളണ്ടിൽ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ വീടുകൾ കാണാം. വീടുകളിലെ പ്രധാന കവാടത്തിലോ അല്ലെങ്കിൽ കട്ടിളപ്പടിയിലോ ഇങ്ങനെ KMB പിന്നെ വർഷം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. എന്താണ് ഈ KMB? കാസ്പർ, മെൽക്കിയോർ, ബാൽഥാസർ. ഈ പാശ്ചാത്യ പാരമ്പര്യം അനുസരിച്ച് ജ്ഞാനികൾ, പൂജരാജക്കന്മാർ എന്ന് വിളിക്കുന്ന ജ്ഞാനികളുടെ പേരുകൾ ഇതാണ്: കാസ്പർ, മെൽക്കിയോർ, ബാൽത്താസർ. കാസ്പർ K, മെൽക്കിയോർ M, ബാൽത്താസർ. അപ്പോൾ 3 ജ്ഞാനികളുടെ രൂപത്തിൽ ഈ വീട് സന്ദർശിച്ചെന്നും കുടുംബനാഥൻ മറ്റു മക്കളോടൊപ്പം അന്ന് ജ്ഞാനികൾ മറിയത്തോടും ജോസഫിനോടൊപ്പം ഉണ്ണിയേശുവിനെ കണ്ടതുപോലെ ഈ കുടുംബത്തിൽ യേശുവിനെ കണ്ടു എന്നുള്ളതും ആ സന്ദർശനം, ആ വിസിറ്റേഷൻ, ജ്ഞാനികളുടെ സന്ദർശനം, ആ തരത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ഈ KMB എന്നുള്ളതിന് വേറൊരു ഫുൾ ഫോം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലത്തീനിൽ ക്രിസ്തുസ് മൻസിയോണം ബെനഡിക്കാത്ത, ക്രൈസ്റ്റ് ബ്ലെസ് ദിസ് ഹൗസ്, അങ്ങനെയും ആകാം. ക്രിസ്തുസ് മൻസിയോണം ബെനഡിക്കാത്ത്, ക്രൈസ്റ്റ് ബ്ലെസ് ദിസ് മാൻഷൻ. മാൻഷൻ കൊട്ടാരം പോലത്തെ വീടെന്നാണ്. കുടിലാണെങ്കിലും അങ്ങനെ പറയും. കാരണം ഉണ്ണിയേശു ഉള്ള വീട്, യേശുള്ള വീട് അത് കൊട്ടാരം പോലെയാണ്, ആലയം പോലെയാണ്, ദൈവാലയം പോലെയാണ്. അപ്പോൾ ജ്ഞാനികൾ, പൂജരാജക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ജ്ഞാനികൾ ഭവനത്തിൽ പ്രവേശിച്ച് ജോസഫിനോടും മറിയത്തോടുമൊപ്പം യേശുവിനെ കണ്ടു എന്നുള്ള ആ ഒരു പാരമ്പര്യമാണ് യൂറോപ്പിൽ നമ്മൾ കാണുന്നത്. പള്ളിയിലാണെങ്കിൽ ഈ ചുണ്ണാമ്പും സ്വർണവും കുന്തിരിക്കും, പിന്നെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം കയ്യിലെടുത്ത് കുർബാനയ്ക്കിടയിൽ വെഞ്ചിരിക്കും. ആ ചുണ്ണാമ്പിൻ്റെ മീറയ്ക്ക് പകരമാണ് ചുണ്ണാമ്പ്. മീറ എന്താണെന്ന് എന്നോട് ചിലർ ചോദിച്ചിരുന്നു. മീറ എന്ന് പറയുന്നത് ചില മരങ്ങളുടെ തൊലി എടുത്തിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ്. ഒരല്പം ലഹരിയുള്ള സംഗതിയാണ്, കയ്പ് രസമാണ്, വേദന സംഹാരിയാണ് ശരിക്കും അത്. അപ്പം മരിക്കാൻ കിടക്കുന്നവർക്കൊക്കെ അത് കൊടുക്കും. അവരുടെ മരണവേദന കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ്. ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ മീറ എന്ന് പറയുന്ന സംഗതിക്ക്. അപ്പോൾ ചിലപ്പോഴൊക്കെ അത് ഈ പുളിപ്പിച്ച വീഞ്ഞ് അല്ലെങ്കിൽ ചൊറുക്ക, അതിൻ്റെ രുചിയുള്ളതും ആ തരത്തിലുണ്ടാക്കും. യേശുവിന് മരിക്കുന്ന സമയത്ത് ഈ പുളിച്ച വീഞ്ഞ് അല്ലെങ്കിൽ ചൊറുക്ക കൊടുക്കുന്നുണ്ട്. അത് വേദന സംഹാരിയാണ്. യേശു പതുക്കൊന്ന് ഇങ്ങനെ ചുണ്ട് നനച്ചിട്ട് കുടിച്ചില്ല, വേദന കുറയ്ക്കാൻ കർത്താവ് ആഗ്രഹിച്ചില്ല എന്നർത്ഥം. അതാണ് ഈ യേശു ജനിച്ച സമയത്ത് രാജാക്കന്മാരുടെ കാഴ്ച അർപ്പിക്കുന്നത്. ഇവിടെ അതിന് പകരം ചുണ്ണാമ്പാണ് വെഞ്ചിരിക്കുന്നത്. പിന്നെ സ്വർണ്ണം, കുന്തിരിക്കും, മറ്റ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ. ഈ ചുണ്ണാമ്പ് അതിനാണ് ഈ ചോക്ക്, നനഞ്ഞ ചോക്ക് എടുത്തിട്ട് ഒരു KMB എന്ന് എഴുതുന്നത്. ഞാനത് പറഞ്ഞു വന്നത് ധനഹ തിരുനാളിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ധനഹ പാശ്ചാത്യ സഭയിൽ ഉപയോഗിക്കുന്നത് എപ്പിഫനി എന്ന വാക്കാണ്. എപ്പിഫനി എന്ന വാക്കിന് മുകളിൽ നിന്നുള്ള വെളിപാട് എന്നാണ് അർത്ഥം. പൗരത്വ സഭകളിൽ തെയോഫനി എന്നാണ് പറയുന്നത്. തെയോഫനി, ദൈവത്തിൻ്റെ വെളിപാട്. ഈ ക്രിസ്മസ് ഡിസംബർ 25 ക്രിസ്മസ്, അത് കഴിഞ്ഞിട്ട് 12 ദിവസത്തെ ആഘോഷമാണ് ശരിക്കും എപ്പിഫനി വരെ. അതിനെ ക്രിസ്മസ് സീസൺ എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പിറവി കാലം. ഈ 12 ദിവസവും വലിയ ആഘോഷമാണ്. അത് നമ്മുടെ നാട്ടിൽ അപ്പോഴേക്കും ഈ തൃശ്ശൂർ സൈഡിലൊക്കെ അമ്പുപെരുന്നാൾ വന്ന് ഈ ബൈബിളിലെ ആഘോഷത്തെ ഒന്ന് മറച്ചു കളയാണ്. വാസ്തവത്തിൽ ഈ ക്രിസ്മസ് തൊട്ട് എപ്പിഫനി എന്ന് പറയുന്ന ധനഹ തിരുനാൾ വരെ 12 ദിവസത്തെ വലിയ ആഘോഷമാണ്.
യൂറോപ്പിലൊക്കെ അത് പല രാജ്യങ്ങളിലും അത് ഹോളിഡേയ്സ് ആണ്. ഹോളിഡേയ്സ്. ഈ ഇരിങ്ങാലക്കുടത്തിന് സൈഡിലൊക്കെ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയാറുണ്ട് ഈ തിരുനാളിനെ. അമ്പുപെരുന്നാൾ എന്ന് പറയുന്ന ആ തിരുനാളിൻ്റെ സമയത്തും പിണ്ടി കുത്തി അതിൽ തോരണങ്ങളൊക്കെ നാട്ടി വിളക്ക് നാട്ടും. അത് രണ്ട് പെരുന്നാൾ കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ്. പിണ്ടിപ്പെരുന്നാളായിരുന്നു വാസ്തവത്തിലുണ്ടായിരുന്നത്, അതായത് എപ്പിഫനി. അത് മാറി സെൻറ്റ് സെബാസ്റ്റ്യൻ ഓവർടേക്ക് ചെയ്തപ്പോൾ തീർത്തും അത് അന്യം നിന്ന് പോയില്ല. ഈ പിണ്ടിപ്പെരുന്നാൾ ലൈറ്റ് തെളിക്കുന്നത് വെളിപാടിൻ്റെ പ്രകാശം എന്ന അർത്ഥത്തിലാണ്, വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശം എന്ന ആ അർത്ഥത്തിലാണ് പിണ്ടി തെളിക്കുന്നത്. തെക്കോട്ട് പാല കാഞ്ഞിരപ്പള്ളി ആ സൈഡിലൊക്കെ രാക്കുളി തിരുനാൾ. കാരണം മാമോദീസയാണ് തിരുവചന വായന. യേശുവിൻ്റെ മാമോദീസ യോർദാൻ നദിയിൽ യേശു മാമോദീസ മുങ്ങുന്നതാണ്. അതിൻ്റെ ഓർമ്മയ്ക്ക് രാക്കുളി തിരുനാൾ എന്നാണ് അവിടേക്ക് അറിയപ്പെടുന്നത്. യേശു ദൈവപുത്രനാണ് എന്ന ആ ഓർമ്മ പുതുക്കൽ, ദൈവപുത്രൻ ജനിച്ചതാണല്ലോ പുൽക്കൂട്ടിൽ, ആ ഓർമ്മയിൽ കണ്ടിന്യൂ ചെയ്യാണ്. അത് പൂജരാജാക്കന്മാർ വന്ന് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്ത് ലത്തിൻ സഭയിലാണെങ്കിലും മാമോദീസ, യേശുവിൻ്റെ മാമോദീസയാണ് ഓർക്കുക. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാനാലെ കല്യാണം. അതായത് യേശു ദൈവപുത്രനാണ് എന്നുള്ള കാര്യം പുൽക്കൂട്ടിൽ വന്നു, മറിയും ജോസഫും കണ്ടു, ആട്ടിടയന്മാരെ കണ്ടു, പൂജരാജാക്കന്മാരെ കണ്ടു, പിന്നെ മാമോദീസ വേളയിൽ സ്നാപക യോഹന്നാനും മറ്റുള്ളവരും അത് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ കാനാലെ കല്യാണത്തിൽ അത് വെളിപ്പെട്ടു. അപ്പം ഇങ്ങനെ വെളിപാടിൻ്റെ തിരുനാളാണ് ശരിക്കും. ക്രിസ്മസ് മുതൽ ഈ എപ്പിഫനി വരെ വിവിധ തരത്തിൽ യേശു ദൈവപുത്രനെന്ന് വെളിപ്പെടുന്ന രംഗങ്ങളാണ് ആഘോഷിക്കുന്നത്. അത് പാശ്ചാത്യ സഭയിലെ കാര്യം ഞാൻ പറഞ്ഞേ. പൗരത്യ സഭകളിൽ ഈ തിയോഫണി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഈ തിയോഫണിയിൽ പ്രധാനമായിട്ടും നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നത്, വിചിന്തനം ചെയ്യുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാനം മാമോദീസയാണ്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ജ്ഞാനസ്നാനം കഴിഞ്ഞ് നമ്മൾ ഇന്ന് അതേക്കുറിച്ച് നമ്മൾ ഒരു ടോക്ക് പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കുക. ഇല്ലേ, ഒരു സ്വർഗീയ വെളിപാടുണ്ടായി, ഒരു തിയോഫനി, ദൈവിക വെളിപാടുണ്ടായി. ഈ വെളിപാട് യേശു ദൈവപുത്രനാണ്, ഇല്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ മർക്കോസ് പറയുന്നത്, പിതാവ് യേശുവിനെ നേരിട്ട് പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ. അങ്ങനെ പറയുന്ന ആ വെളിപാട്, ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുന്ന ആ വെളിപാട്, അതാണ് മാമോദീസയിൽ സംഭവിക്കുന്നത്. ഈ തിരുവചന വായനയാണ് പൗരസ്ത്യ സഭകളിലുള്ളത്. നമ്മളിന്ന് അതിലത്തെ ഒരു വാക്കിനെക്കുറിച്ച്, ആ ദൈവിക വെളിപാടിലെ പ്രാവ് ഇറങ്ങി വന്നു, അതിനെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. അതിനു മുമ്പ് ചെറിയൊരു ചരിത്രം, ഈ ദനഹ തിരുനാളിൻ്റെ ഉത്ഭവം. ഈ പാശ്ചാത്യ സഭയിൽ എപ്പിഫനി എന്നും, ഗ്രീക്ക് ഭാഷയിൽ അത് എപ്പിഫനി എന്ന വാക്കിന് ഉന്നതത്തിൽ നിന്നുള്ള വെളിപാട് നടത്താം. പൗരസ്ത്യ സഭയിൽ തെയോഫനി, ദൈവത്തിൻ്റെ വെളിപാട്, ഇത് വളരെ പ്രാചീന കാലം മുതൽ തന്നെ സഭയിൽ വികസിച്ച് വന്നൊരു തിരുനാളാണ്. 4-ാം നൂറ്റാണ്ട് മുതലെങ്കിലും നമുക്ക് തെളിവുകളുണ്ട് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. 4-ാം നൂറ്റാണ്ട്, അതിനു മുമ്പ് തന്നെ ഇത് ഉടലെടുത്തിട്ടുണ്ട്. ചില രൂപതകളിലൊക്കെ 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ചില പ്രവിശ്യകളിലൊക്കെ ക്രിസ്മസ്, എപ്പിഫനി 2 തിരുനാളായിട്ട് ആഘോഷിച്ചു. മുൻപ് ഒറ്റ തിരുനാളായിട്ടൊക്കെ ആഘോഷിച്ചിരുന്നത്, പിന്നെ അത് 2 തിരുനാളായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. 567 ടൂർസിൽ വെച്ച് സമ്മേളിച്ച സൂനോദോസ് ക്രിസ്മസ് ഡിസംബർ 25-നും എപ്പിഫനി ജനുവരി 6-നും വെവ്വേറെയായി കൊണ്ടാടുവാനായിട്ട് തീരുമാനിച്ചു. ഈ ദിവസങ്ങൾക്കിടയിലുള്ള 12 ദിവസത്തെ ആ കാലാവധിയെ ക്രിസ്മസ് കാലം അല്ലെങ്കിൽ പിറവി കാലം എന്ന് പേരിടുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, പാശ്ചാത്യ സഭയിൽ ഈ കിഴക്കുനിന്നുള്ള ജ്ഞാനികൾ വരുന്ന പാരമ്പര്യമാണ് കൂടുതലും ആഘോഷിക്കുന്നത്. അതേസമയം മാമോദീസായും പിന്നെ കാനാലെ കല്യാണവും ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ തിരുനാൾ ആഘോഷിക്കുന്ന വിധങ്ങൾ പല സ്ഥലത്തും പല രീതിയിലാണ്. മിഠായി കൊടുത്ത്, കേക്ക് മുറിച്ച്, പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഇറ്റലിയിലൊക്കെ സ്ത്രീകളുടെ ക്രിസ്മസ് എന്നാണ് എപ്പിഫനിക്ക് വിളിക്കുക. അതിന് കാരണം ക്രിസ്മസിൻ്റെ അന്നൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് അടുക്കളയിൽ പണിയാണ്. അപ്പം ഇന്ന് ഈ ദിവസം എപ്പിഫനിയിൽ പുരുഷന്മാരുടെ അടുക്കളയിൽ കയറുക, സ്ത്രീകൾക്ക് വിശ്രമം, അങ്ങനെ ഉള്ള ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ ക്രിസ്മസ് എന്ന് വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ
പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ചുള്ള ദനഹ തിരുനാളിലെ മാമോദിസയുടെ രംഗത്തിൽ മാമോദിസയുടെ സമയത്തുണ്ടായ ദൈവിക വെളിപാടിലെ ഒരു കാര്യം മാത്രം നമുക്ക് ധ്യാനിക്കാം. നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും ധ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വാക്കിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നത്. മാത്രമല്ല നമുക്ക് സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് പ്രാവിൻ്റെ രൂപം, പരിശുദ്ധാത്മാവിന് പ്രാവിൻ്റെ രൂപം, പ്രാവ് പോലെ ഇറങ്ങുന്നു എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ആണ് ഞാനിന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കിടക്കണേ 3:22. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു എന്ന് മർക്കോസ് പറയണു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ, ശാരീരിക രൂപത്തിൽ പ്രാവ് എന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് ലൂക്ക പറയുന്നു. അതായത് പരിശുദ്ധാത്മാവിന് പ്രാവിൻ്റെ ശാരീരിക രൂപം ഉണ്ടായിരുന്നു എന്ന് ധ്വനി. അപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷവും ലൂക്കയുടെ സുവിശേഷവും ഒരുമിച്ച് വായിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, പരിശുദ്ധാത്മാവിന് പ്രാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു, അതാണ് ഒന്നാമത്തത്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ, ദേഹരൂപത്തിൽ പ്രാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു വിസിബിൾ ഫോം, ദൃശ്യമായ രൂപമുണ്ട്, അത് പ്രാവാണ്. അതാണ് ഒന്നാമത്തെ ലൂക്ക പറയുന്നത്. മർക്കോസ് പറയുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രാവ് ഇറങ്ങി വരുന്ന ഇതുണ്ടോ, ആ വരവ് പ്രാവിൻ്റെ ഇറക്കം പോലെ, പ്രാവ് ഇങ്ങനെ പറന്നിറങ്ങുന്നത് പോലെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ രീതിയാണ് മർക്കോസ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ രൂപമാണ് ലൂക്കാസ് പറയുന്നത്, പ്രാവിൻ്റെ രൂപം. ആ ഇറക്കം, പരിശുദ്ധാത്മാവിൻ്റെ ഇറക്കം എങ്ങനെയാണ്? പ്രാവ് പറന്നിറങ്ങുന്നത് പോലെ എന്നാണ് മർക്കോസ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് പ്രാവിന് ദേഹരൂപം ഉണ്ടായിരുന്നുവെന്നും പരിശുദ്ധാത്മാവിൻ്റെ ചലനം പ്രാവിൻ്റെ പറന്നിറങ്ങൽ പോലെയായിരുന്നുവെന്നും സൂചിപ്പിക്കാം. ഇതേക്കുറിച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്ന ഒരു മനോഹരമായ വ്യാഖ്യാനമുണ്ട്. യേശുവിന് 2 അഭിഷേകങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത് മനുഷ്യാവതാരത്തിൽ ദൈവമായ വചനം മാംസം ധരിച്ചപ്പോൾ അത് അവനെ നിത്യമായ ബലിക്ക് വേണ്ടിയുള്ള ബലിവസ്തുവായി അഭിഷേകം ചെയ്തു. മനുഷ്യാവതാരത്തിൽ അതിൻ്റെ പരകോടിയായിരുന്നു കുരിശിലെ മരണം. രണ്ടാമത്തെ അഭിഷേകം യോർദാനിലെ മാമോദിസയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പറന്നിറങ്ങിയപ്പോൾ അത് സുവിശേഷം പ്രഘോഷിക്കാനായി അവൻ അഭിഷേകം ചെയ്തു. ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ്, അതിൻ്റെ അത്യുച്ചയാണ് പെന്തക്കോസ്തായിലെ സഭയുടെ ഉദ്ഘാടനത്തോടെ പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ട് നടന്നത്. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം തുടരാനായി സഭ അഭിഷേകം ചെയ്യപ്പെട്ട പെന്തക്കോസ്ത, അത് യേശുവിൻ്റെ രണ്ടാമത്തെ അഭിഷേകത്തിൻ്റെ, യോർദാനിലെ അഭിഷേകത്തിൻ്റെ അത്യുച്ചയായിരുന്നു എന്നാണ്. അപ്പോൾ ദൈവമായ വചനം മാംസം ധരിച്ചപ്പോൾ ഒന്നാമത്തെ അഭിഷേകം, അത് ബലിവസ്തുവായി, കുരിശിലെ ബലിവസ്തുവായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ പരകോടിയാണ് കുരിശിൽ. രണ്ടാമത്തെ അഭിഷേകം ഈ യോർദാനിൽ മാമോദിസ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി ആ സമയത്ത് ഉണ്ടായ അഭിഷേകം, അത് യേശുവിനെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അഭിഷേകം ചെയ്തു. അതിൻ്റെ പരകോടി പെന്തക്കോസ്ത. അപ്പോൾ 2 അഭിഷേകങ്ങൾ, 2 മാമോദിസയെക്കുറിച്ച് യേശു തന്നെ പറയുന്നുണ്ടല്ലോ, വെള്ളം കൊണ്ടുള്ള മാമോദിസയും രക്തം കൊണ്ടുള്ള മാമോദിസയും. അപ്പോൾ ഈ വെള്ളത്തിലെ മാമോദിസ കഴിഞ്ഞുള്ള അഭിഷേകം അത് പെന്തക്കോസ്തയിൽ പൂർണ്ണമാകുന്നു. ദൈവമായ വചനം മാംസം ധരിച്ച് ഭൂമിയിൽ വന്നപ്പോൾ അവനൊരു അഭിഷേകമുണ്ടായി. ആ അഭിഷേകത്തിൻ്റെ പൂർണ്ണത അതാണ് കുരിശിൽ നടക്കുന്നത്. അത് അവനെ ബലിവസ്തുവായിട്ട് അഭിഷേകം ചെയ്യുകയായിരുന്നു. ഇതൊരു വളരെ മനോഹരമായ വ്യാഖ്യാനമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് പ്രാവിൻ്റെ രൂപം, പരിശുദ്ധാത്മാവിന് പ്രാവിൻ്റെ രൂപം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബൈബിൾ പരിശോധിച്ചാൽ ധാരാളം പൊരുളുകളുള്ള ഒരു ദൃശ്യരൂപമാണ് പ്രാവ്. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്ന്, പ്രാവ് ഇസ്രായേൽ ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഹോശയ്യയുടെ തിരുവചനം, ഹോസിയ 11:11 നമ്മൾ ഇങ്ങനെ വായിക്കും: അവർ മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഒരു പക്ഷിയെ പോലെയും അഷൂർ ദേശത്ത് നിന്ന്, അഷൂർ ദേശത്ത് നിന്ന് ഒരു പ്രാവിനെ പോലെയും പേടിച്ച് വിറച്ച് തിടുക്കത്തിൽ വരും. ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കും. അതായത് ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് ഇസ്രായേൽക്കാർ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് ഹോശയ്യ പറയണേ. ബാബിലോണിനെ മിസ്രയീം എന്നാണ് സങ്കല്പിച്ചിരിക്കുന്നത്, ഈജിപ്റ്റ്. അതായത് ഇസ്രായേൽക്കാർ ബാബിലോൺ പ്രവാസത്തിൽ പോയി തിരിച്ചു വരുന്നതിനെയും
ഇസ്രായേൽക്കാർ ഈജിപ്തിൽ തിരിച്ചു വരുന്നത് പോലെയാണ് ഹോശേയ പ്രവാചകൻ കാണുന്നത്. അസീറിയ ദേശത്തു നിന്ന് വരുന്ന പോലെയും ചിത്രീകരിച്ചിരിക്കുന്നു. അവരെങ്ങനെയാണ് വരിക? പ്രാവിനെ പോലെ പേടിച്ച് വിറച്ചാണ് വരിക. പക്ഷേ ഞാൻ അവരുടെ വീടുകളിലാണ് അവരുടെ വീടുകളിൽ പാർപ്പിക്കും. പേടിച്ച് വിറച്ച് പ്രാവിനെ പോലെ വരുന്നെങ്കിലും ഞാൻ ഇസ്രായേൽ ജനത്തെ പുനരുദ്ധരിച്ച് അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കും. ഹോശേയ 11:11. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പ്രതീകമാണ് പ്രാവ്. യഥാർത്ഥ ഇസ്രായേല്, അതായത് സംഘാത വ്യക്തിത്വം, ഇസ്രായേൽ ജനത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് യേശു. അവൻ്റെ മേല് ഈ പ്രാവ് വരുന്നതിൻ്റെ അർത്ഥം ദൈവം അവനെ ഇസ്രായേലായി, പുതിയ ഇസ്രായേലായി, സുനിശ്ചിത ഇസ്രായേലായി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അല്ലെങ്കിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവ് യേശുവിനെ യഥാർത്ഥ ഇസ്രായേലിനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു വാക്കാണ് ദൈവം ഇസ്രായേലിനെ പ്രാവിനെ എന്ന പോലെ സംരക്ഷിക്കും എന്ന തിരുവചനം. സങ്കീർത്തനം 68:13. നിങ്ങൾ ആട്ടിൻ തൊഴുത്തുകളുടെ ഇടയിൽ കിടന്ന് വിശ്രമിച്ചാലും പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആട്ടിൻ തൊഴുത്തുകളുടെ ഇടയിൽ കിടന്ന് വിശ്രമിച്ചാലും, കാരണം പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, അതിന്റെ തൂവലുകൾ പൈം പൊന്നുകൊണ്ടു. ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ ഒരുക്കുന്ന സുരക്ഷയും സംരക്ഷണവുമാണ് പ്രാവിന്റെ പ്രതീകത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനോട് തന്നെ ചേർന്ന് പോകുന്ന സംഗതിയാണ് നിയമാവർത്തന പുസ്തകത്തിൽ 32:11-12. തൻ്റെ കൂട് ചലിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മീതെ ചിറകടിച്ച് നിന്ന് വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിച്ച് കഴുകൻ ഉയർന്ന് പറക്കും പോലെ അവനെ എടുത്ത് തൻ്റെ ചിറകിൽ വഹിച്ച് യാഹ്വേ തനിയെ ഇസ്രായേലിനെ നടത്തി. ഞാൻ ഒന്നുകൂടി വായിക്കുക. തൻ്റെ കൂട് ചലിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മീതെ ചിറകടിച്ച് നിന്ന് വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിച്ച് കഴുകൻ ഉയർന്ന് പറക്കും പോലെ അവനെ എടുത്ത് തൻ്റെ ചിറകുകളിൽ വഹിച്ച് യാഹ്വേ തനിയെ ഇസ്രായേലിനെ നടത്തി. ദൈവത്തിൻ്റെ പരിപാലനയാണ് മോശെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ കഴുകന്റെ സ്ഥാനം പ്രാവ് ഏറ്റെടുത്തിരിക്കുന്നു. യേശുവിനുള്ള ദൈവിക സംരക്ഷണം ദൈവജനത്തിലുള്ള ദൈവിക സംരക്ഷണത്തിൻ്റെ പ്രതീകം തന്നെയാണ്. യേശുവിനെ പുത്രൻ തമ്പുരാനെ പിതാവാദൈവം പരിശുദ്ധാത്മാൻ അയച്ച് സംരക്ഷിക്കുകയാണ്. അതെന്തിനാ? അത് യേശുവിന് വേണ്ടിയല്ല. യേശു പുതിയ മനുഷ്യവംശത്തിൻ്റെ തലവനാണ്. നമ്മളാണ് പുതിയ മനുഷ്യവംശം. നമുക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ, യേശുവിൽ നമുക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് ഈ പ്രാവ്. അത് കഴുകന്റെ രൂപം മാറ്റി, അത് പഴയ നിയമത്തിൻ്റെ പ്രതീകം മാറ്റി ഇവിടെ പ്രാവാക്കി മാറ്റിയിരിക്കുന്നു. അത് ഈ തിരുവചനങ്ങളോട് ചേർന്ന് പോകുന്ന പാരമ്പര്യമാണത്. മൂന്നാമത്തെ ഒരു സംഗതിയാണ്, നാലാമത്തെയോ, സ്നേഹത്തിൻ്റെ പര്യായമാണ് പ്രാവ്. ഉത്തമഗീതത്തിൽ മണവാട്ടി വിളിക്കുന്നു. നോക്കൂ, എൻ്റെ പ്രിയേ എൻ്റെ മാടപ്പിറാവേ, എൻ്റെ പ്രിയേ എൻ്റെ മാടപ്പിറാവേ. ഉത്തമഗീതം 5:2. എൻ്റെ മാടപ്രാവ്, എൻ്റെ നിഷ്കളങ്കയായവൾ, അവൾ ഒരുത്തി മാത്രം. ഉത്തമഗീതം 6:9. ഈ സ്നേഹത്തിൻ്റെ പര്യായം പ്രാവ്. അതാണ് പ്രാവ്, സ്നേഹത്തിൻ്റെ പര്യായമാണ്. ലോഗോസായ ദൈവത്തിന് അല്ലേ, ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. ആ ലോഗോസായ ദൈവത്തിന് 3 നിർവചനങ്ങളാണ് യോഹന്നാൻ നൽകുന്നത്. ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണ്, ദൈവം ആത്മാവാണ്. ദൈവം സ്നേഹമാണ്, 1 യോഹന്നാൻ 4:8. ദൈവം പ്രകാശമാണ്, 1 യോഹന്നാൻ 1:5. ദൈവം ആത്മാവാണ്, യോഹന്നാൻ സുവിശേഷം 4:24. സ്നേഹം ദൈവപിതാവിനെയും പ്രകാശം പുത്രൻ തമ്പുരാനെയും ആത്മാവ് പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ തൃത്വം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ടാണ് 3 ആളായിരിക്കുന്നത്. സ്നേഹമെന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണം. അപ്പൊ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം ഒന്നിൽ കൂടുതൽ ആളുകളായിരിക്കണം, അല്ലെങ്കിൽ ദൈവം സ്നേഹമാകില്ല. അപ്പോൾ ഈ സ്നേഹമായിരിക്കുന്ന പരിശുദ്ധ തൃത്വം ഇപ്പോൾ നസ്രത്തിൽ യേശു കൂടാരമടിച്ചിരിക്കുന്നു. അവനിൽ ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ വസിക്കുന്നു. വേറെ വാക്കിൽ പറഞ്ഞാൽ അവനിൽ സ്നേഹം മാംസം ധരിച്ചിരിക്കുന്നു. യേശുവിൽ
സ്നേഹം മാംസം ധരിച്ചിരിക്കുന്നു. ഇക്കാര്യമാണ് ഈ പ്രാവിന്റെ സ്നേഹത്തിന്റെ പര്യായമായ പ്രാവ് യേശുവിന്റെ മേൽ പറന്നിറങ്ങുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനത്തെ ബഹിഷ്കരിക്കുകയല്ല, പുറത്താക്കുകയല്ല, കൂട്ടിച്ചേർക്കാൻ ഓർക്കണേ. യോർദാനിലെ വെള്ളത്തിലേക്കുള്ള യേശുവിന്റെ ഇറക്കം ദൈവപിതാവിന്റെ ഹിതത്തിലേക്കുള്ള ഇറക്കമായിരുന്നു. നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വരുന്നു എന്നാണ് പുത്രൻ തമ്പുരാൻ പിതാവിനോട് പറയണേ, ഹെബ്രായ ലേഖനം 10. അപ്പോൾ ഈ ദൈവഹിതം അനുസരിച്ചാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. ആ വെള്ളത്തിലേക്കുള്ള ഇറക്കം വാസ്തവത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കുള്ള ഇറക്കമാണ്. അത് ദൈവപിതാവിനുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതായത് ദൈവപിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ പുത്രൻ ആ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ദൈവപിതാവിന്റെ ഇഷ്ടം എന്താണ്? എല്ലാ മനുഷ്യരും രക്ഷിക്കുക. ആ ദൈവപിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ പുത്രൻ ആ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനാവുകയാണ്. എന്നിട്ട് മനുഷ്യന്റെ പാപാവസ്ഥയിലേക്ക് ഇറങ്ങുകയാണ്, പാതാളത്തിലേക്ക് ഇറങ്ങുകയാണ് ജോർദാൻ നദി. അപ്പോൾ ദൈവപിതാവിന്റെ ഇഷ്ടത്തിലേക്കുള്ള ഇറക്കമാണത്. അതുകൊണ്ടാണ് ഈ പാതാളത്തിലേക്കുള്ള ഇറക്കം ഒരു ഇങ്ങനെ സ്പെക്ടേറ്റർ, ഒബ്സർവർ, നിരീക്ഷകനെ പോലെയല്ല, കീഴടക്കിയവനെ പോലെ, മരണത്തെ കീഴടക്കിയവനെ പോലെയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ സ്നേഹത്തിലേക്കുള്ള മുങ്ങല്, പിതാവായ ദൈവത്തിന്റെ ഹിതത്തിലേക്കുള്ള മുങ്ങല്, അതാണ് നമുക്ക് പുതിയൊരു ജന്മം, ആത്മാവിലെ ജന്മം നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ പുത്രന് മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. ആ പുത്രനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സകലർക്കും സ്വർഗത്തിന്റെ കവാടത്തിൽ പോകാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് സ്തേഫാനസ് മരിക്കുമ്പോൾ ഈ പറയുന്നത്, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും മനുഷ്യപുത്രൻ എന്നെ സ്വാഗതം ചെയ്യാനായിട്ട് നിൽക്കുന്നതും ഞാൻ കാണുന്നു. യേശുവിലേക്ക് സ്നാനപ്പെട്ട എല്ലാവരും കാണുന്ന സംഗതി അതാണ്. നമ്മളെ ജീവന്റെ ഉറവിലേക്ക് നയിക്കുന്ന ആ ഇറക്കമാണ് ജോർദാനിൽ നമ്മൾ കാണുന്നത്. അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്താൻ അവന് കഴിയുന്നത്. ഇപ്പം നമ്മൾ വെള്ളം കൊണ്ടാണ് മാമോദിസ സ്വീകരിക്കുന്നത്, പക്ഷെ അത് ജലസ്നാനമാണോ? കത്തോലിക്ക സഭയിൽ ജലസ്നാനമല്ല ഉള്ളത്, പരിശുദ്ധാത്മ സ്നാനമാണ്. ദൃശ്യരൂപം വെള്ളം തന്നെയാണ്, പക്ഷേ അത് സ്നാപകൻ നൽകിയ നദിയിലെ പുഴയിലെ മാമോദിസ പോലെയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് നൽകുന്ന സ്നാനമാണത്. അങ്ങനെ നൽകാൻ യോഗ്യതയുണ്ടായത് ഈ പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ പുത്രൻ ആ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പിതാവുള്ള സ്നേഹത്തെ പ്രതി ഇറങ്ങി, മരണത്തിലേക്ക് ഇറങ്ങി, അവിടുന്ന് ഉയർത്ത് പുതിയ ജനസുള്ള ജീവൻ സൃഷ്ടിച്ചപ്പോഴാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാ കൊണ്ട് സ്നാനപ്പെടുത്താനുള്ള ആ യോഗ്യത പുത്രൻ തമ്പുരാൻ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രാവിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാനുള്ള അവന്റെ പുത്രന്റെ യോഗ്യതയാണ് കാണുന്നത്. മറ്റൊരു ധ്വനിയുണ്ട്, 4-ാമത്തെ 5-ാമത്തെയോ. അഗ്നിയും പ്രാവും പെന്തക്കോസ്തയുടെ പ്രതീകമാണ്. പ്രാവ് ഗാനം ആലപിക്കുമ്പോൾ വെള്ളത്തിന് തീ പിടിക്കുന്നു എന്നാണ് സോളമന്റെ ഗീതങ്ങൾ എന്ന് പറയുന്ന അപ്രാമാണിക ഗ്രന്ഥത്തിൽ കാണുന്നത്. ഈ അപ്രാമാണിക ഗ്രന്ഥം ബിബ്ലിയൽ ആളൂർ ബിബ്ലി അക്കാദമി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പ്രാവ് ഗാനം ആലപിക്കുമ്പോൾ വെള്ളത്തിന് തീ പിടിക്കുന്നു. ഇതേ ഈ അപ്രാമാണിക ഗ്രന്ഥത്തിലുള്ളത് വിശുദ്ധ ജസ്റ്റിൻ മാർട്ടറുടെ രചനകളിലും കാണാം. പെന്തക്കോസ്തായിലെ സഭ ആത്മാവിനെ സ്വീകരിക്കുന്നത് അഗ്നിരൂപത്തിലാണ്, അഗ്നിരൂപത്തിൽ. പക്ഷെ അതിനു മുമ്പേ യേശു ആത്മാവിനെ സ്വീകരിക്കുന്നത് പ്രാവിന്റെ രൂപത്തിലാണ്. പ്രാവ് ഗാനം ആലപിക്കുമ്പോൾ വെള്ളത്തിന് തീ പിടിക്കുന്നു. യേശുവിന്റെ പെന്തക്കോസ്ത് അനുഭവമാണ് മാമോദീസയ്ക്ക് ശേഷമുണ്ടായ ദൈവിക വെളിപാടിൽ പ്രാവ് ദേഹരൂപത്തിൽ വന്നിറങ്ങിയത്. സഭയുടെ പെന്തക്കോസ്ത് അനുഭവം അഗ്നിരൂപത്തിലായിരുന്നു, യേശുവിന്റെ പെന്തക്കോസ്ത് അനുഭവം പ്രാവിന്റെ രൂപത്തിലാണ്. അടുത്തൊരു ധ്വനിയുള്ളത് യഹൂദ റബ്ബിമാരുടെ രചനകളില് പ്രാവ് പ്രവാചകത്വത്തിന്റെ ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രവാചകത്വം, യേശുവാണ് അവസാനത്തെ പ്രവാചകൻ എന്നാണ് ഈ പ്രാവിന്റെ ഇറക്കം സൂചിപ്പിക്കുന്നത്. യേശുവാണ് അന്ത്യപ്രവാചകൻ. യേശുവിന് ശേഷം ഒരു പ്രവാചകനും വരാനില്ല, വന്നിട്ടുമില്ല. അതിനുശേഷം ആരെങ്കിലും പ്രവാചകനാണെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്രവാചകനാണ്. അടുത്ത 6-ാമത്തെ 7-ാമത്തെ അർത്ഥമാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ നാളില് ആത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 1:2. പറവകള് വട്ടമിട്ട് മറക്കുന്നത് പോലെയായിരുന്നു ഈ ആത്മാവിന് ചലനം എന്നാണ് യഹൂദ റബ്ബിമാരുടെ വ്യാഖ്യാനം. അതായത് പ്രപഞ്ച സൃഷ്ടിയിൽ സജീവമായിരുന്ന പരിശുദ്ധാത്മാവാണ് ഈ വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ യേശുവിന് മേൽ വട്ടമിട്ട് പറക്കുകയാണ്, എന്നിട്ട് അവന്റെ മേൽ വന്ന് ഇറങ്ങുകയാണ്. കാരണം എന്താണ്? ഒരു പുതിയ സൃഷ്ടി ഇവിടെ സംഭവിക്കുന്നു. എന്താണ്? സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യൻ, ആത്മാവിന്റെ മനുഷ്യൻ ഇത് ഭൂമിയിൽ വന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യൻ, ആത്മാവിന്റെ മനുഷ്യൻ
അതായത് പുതിയ മനുഷ്യവംശം തുടങ്ങുകയാണ് യേശുവിൽ. പുതിയ മനുഷ്യവംശം. പുതിയ മനുഷ്യവംശം മരണത്തിലല്ല അവസാനിക്കുന്നത്, ഉത്ഥാനത്തിലാണ്. അപ്പോൾ പഴയ മനുഷ്യവംശം പഴയ നിയമത്തിൽ അത് തീർന്നു. യേശുവിനോട് കൂടി പുതിയ സൃഷ്ടിയെ, പുതിയ മനുഷ്യനെ അവതരിപ്പിക്കുകയാണ് ദൈവം. ആ പുതിയ സൃഷ്ടിയെ, അതായത് സ്വർഗത്തിലുള്ള മനുഷ്യനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണിത്. അതുകൊണ്ടാണ് പഴയ സൃഷ്ടികർമ്മത്തിൽ, പ്രപഞ്ച സൃഷ്ടിയിൽ സജീവമായിരുന്ന പരിശുദ്ധാത്മാവ് പറവയെ പോലെ അന്ന് വട്ടം വിട്ട് പറന്നു, ഇപ്പോൾ പ്രാവിനെ പോലെ യേശുവിൻ്റെ മേൽ വരുന്നു. അതായത് ആദാമിൽ, ആദ്യത്തെ മനുഷ്യനായ ആദാമിൽ തുടങ്ങിയ മാംസത്തിന്റെ മനുഷ്യവംശത്തിന് അന്ത്യം കുറിച്ച് ആത്മാവിന്റെ മനുഷ്യവംശത്തിന് ആരംഭം കുറിക്കുന്നു. കൊറിന്തോസ് 15:45-48 ഈ രണ്ട് മനുഷ്യരെ കുറിച്ചുള്ള പൗലോസിന്റെ മനോഹരമായ വ്യാഖ്യാനമുണ്ട്. ആദ്യത്തെ മനുഷ്യൻ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന്. അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന്. ആദ്യത്തെ മനുഷ്യൻ മാംസത്തിന്റെ മനുഷ്യൻ, അവസാനത്തെ മനുഷ്യൻ ആത്മാവിന്റെ മനുഷ്യൻ. നമ്മൾ ഈ മണ്ണിൽ നിന്നുള്ള ഈ ആദ്യത്തെ മനുഷ്യൻ രൂപം സ്വീകരിച്ചതുപോലെ സ്വർഗത്തുള്ള മനുഷ്യന്റെ രൂപം സ്വീകരിക്കുന്നവരുടെ മനോഹരമായ വ്യാഖ്യാനമുണ്ട് പൗലോസിന്റെ. ആ സ്വർഗത്തിലുള്ള മനുഷ്യൻ, ആത്മാവിന്റെ മനുഷ്യൻ, ആ മനുഷ്യനെ ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയിൽ സജീവമായിരുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ യേശു എന്ന പുതിയ സൃഷ്ടിയുടെ മേൽ ഈ വട്ടമിട്ട് പറക്കുന്നത്. പ്രാവിൻ്റെ ഒരു പ്രതീകം നമുക്ക് പഴയ നിയമത്തിൽ കാണുന്നത് നോഹിൻ്റെ പ്രളയകാലത്ത് പെട്ടകത്തിൽ നിന്ന് അയച്ച പ്രാവ്. അത് ചുണ്ടിൽ ഒരു ഒലിയുമായി തിരിച്ചു വന്നു. ഉൽപ്പത്തിയുടെ ഗ്രന്ഥം 8-ാമത്തെ അധ്യായം 7-12 വാക്യങ്ങൾ. നവീകരിക്കപ്പെട്ട പ്രപഞ്ചം, നവീകരിക്കപ്പെട്ട മനുഷ്യവംശം, അതൊക്കെയാണ് ഈ പ്രാവ് ഒലിവില സൂചിപ്പിക്കുന്നത്. മനുഷ്യവംശത്തെ നവീകരിക്കുകയാണ് യേശുവിൻ്റെ ദൗത്യങ്ങളിലൊന്നായിരുന്നേ. നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേര് ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുവെന്നും അത് യേശു ക്രിസ്തുവിൽ പുനരുത്ഥാനത്തിലൂടെ നമ്മെ രക്ഷിക്കുന്ന സ്നാനത്തിന്റെ മുൻകുറിയാണെന്നും വിശുദ്ധ പത്രോസ് പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 3:20-21. അതായത് ജലത്തിലൂടെ രക്ഷിക്കുന്ന പെട്ടകത്തിന്റെ സാദൃശ്യമാണ് ക്രിസ്തുവും അവന്റെ തുടർച്ചയായ സഭയും. ജലത്തിലൂടെ രക്ഷിക്കുന്ന പേടകത്തിന്റെ രൂപസാദൃശ്യമാണ്. ആ പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടതും അതിലേക്ക് തിരിച്ചു വന്നതുമായ പ്രാവ് പരിശുദ്ധാത്മാവാണ്. സത്യത്തിൽ ആ ദൈവിക പ്രാവിൽ നിന്നാണ് സഭ ഉത്ഭവിച്ചതും നിലനിൽക്കുന്നതും. ജലത്തിലൂടെ രക്ഷിക്കുന്ന പേടകത്തിന്, ജലത്തിൽ രക്ഷിക്കുന്ന പേടകത്തിന്റെ സാദൃശ്യമാണ് ക്രിസ്തു അവന്റെ തുടർച്ചയായ സഭയും. ആ പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടതും അതിലേക്ക് തിരിച്ചു വന്നതുമായ പ്രാവ് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ആ ദൈവിക പ്രാവിൽ നിന്നാണ് സഭ ഉത്ഭവിച്ചതും ഇപ്പൊ നിലനിൽക്കുന്നതും. ഈ ഒരു സംഗതിയാണ് പ്രാവിന്റെ അടുത്തൊരർത്ഥം. 9-ാമത്തെ 8-ാമത്തെ. അടുത്തത്, സാഹിത്യത്തിൽ പ്രാവിന് ചില അർത്ഥങ്ങളുണ്ട്. ശാന്തി, സമാധാനം, സൗമ്യത, ശാന്തശീലം, ഇണക്കം, പ്രത്യാശ. നിങ്ങൾ വഴി കൂടെ പോവുക, മുംബൈയിലോ യൂറോപ്പിലോ എവിടെയാണെങ്കിലും പ്രാവ് നമ്മുടെ കയ്യിൽ നിന്ന് സംഗതിയിലെടുത്ത് തിന്നുകൊണ്ട് പോകും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ പ്രാവ് വന്ന് അതിനൊരു പേടിയൊന്നുമില്ല, പെട്ടെന്ന് ഇണങ്ങും. പിന്നെ അതിലൊരു പ്രത്യാശയുണ്ട്, സൗമ്യതയുണ്ട്, ശാന്തശീലമാണ്, സമാധാനം. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ വളരെ പ്രാവുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സാഹിത്യത്തിൽ അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഭൂമുഖത്തുള്ള മറ്റെല്ലാവരിലും സൗമ്യനായ മോശയേക്കാൾ, സംഖ്യയുടെ പുസ്തകം 12:3, സൗമ്യനും വിനീത ഹൃദയനുമാണ് യേശു, മത്തായി 11:29. ദൈവവും മനുഷ്യവംശവും തമ്മിൽ അനുരഞ്ജനം കൊണ്ടുവന്ന ശാശ്വതമായ സമാധാനം സ്ഥാപിച്ചത് യേശുവാണ്. അപ്പോൾ ആ സമാധാനത്തിൻ്റെ പ്രതീകമാണ് ഈ പ്രാവ് യേശുവിൽ വന്നിരിക്കുന്നത്. എപ്പോഴെല്ലാം മനുഷ്യൻ പാപം ചെയ്തുവോ അപ്പോഴൊക്കെ മനുഷ്യൻ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ ആ യുദ്ധം അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ യേശുവിനെ സമീപിച്ച് അവനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ പാപങ്ങൾ മോചിക്കും, പാപങ്ങൾ കത്തിച്ച് കളയും. കാരണം കത്തുന്ന മുൾപ്പടർപ്പാണവൻ, സ്നേഹാഗ്നിയാണവൻ. അപ്പോൾ ദൈവവുമായിട്ട് സമാധാനത്തിൽ കഴിയാനുള്ള സംവിധാനം യേശു സഭയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ യേശുവിൻ്റെ മേൽ വന്നിരുന്ന പ്രാവ് അഗ്നിയായിട്ട് സഭയിൽ വരികയും നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പാപത്തിന് പരിഹാരം ചെയ്തെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 2000 കൊല്ലം മുമ്പ് ചെയ്താൽ മാത്രം പോരല്ലോ, ഇപ്പോൾ വേണ്ട. ഇപ്പം എങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പാപം ചെയ്യാനിടയായാൽ യേശുവിൻ്റെ അടുക്ക പോയി കർത്താവെ തെറ്റിപ്പോയി എന്ന് പറയുന്നു. അവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മെ ദൈവമായിട്ട് സമാധാനത്തിലാക്കുന്നു. ഇത് നടക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കോട്. അപ്പോൾ അവിടെയും വേണമെങ്കിൽ ഈ പ്രാവിൻ്റെ രൂപം വയ്ക്കാവുന്നതാണ്. അടുത്തൊരർത്ഥം 10-ാമത്തെയോ 11-ാമത്തെയോ 10-ാമത്തെയൊക്കെ, ഈറ്റുനോവിൻ്റെ പ്രതീകമാണ് പ്രാവിൻ്റെ കുറുകൽ.
ഉത്തമിക്കുന്ന 2:12. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൽ വേദനയും വൈകാരികതയുണ്ട്. വേദന ശരീരത്തിൻ്റെ വേദന, പക്ഷെ കുഞ്ഞിനെ കിട്ടുന്നതിൻ്റെ അതിൻ്റെ വികാര വിക്ഷോഭമുണ്ട്. കുഞ്ഞ് ജനിക്കുന്നു. അപ്പോൾ അമ്മയാകുന്നതിൻ്റെ ആനന്ദം അലിഞ്ഞു ചേർന്ന ഒരു മോങ്ങലാണ് സ്ത്രീയുടെ. അതിനെ പ്രാവിൻ്റെ കുറുകലിനോട് ഉപമിക്കാറുണ്ട്. ഈ വേദനയുണ്ട്, എന്നാൽ ആനന്ദമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ആ ഒരു കുറുകൽ പോലെയാണ്. സംഗതി ചിലപ്പോൾ ഒച്ചയിട്ടിട്ടൊക്കെ ആയിരിക്കും പ്രസവിക്കുന്നുണ്ടാകുക, എങ്കിലും ഈ പ്രാവിൻ്റെ കുറുകലിനോട് അത് ഉപമിക്കാറുണ്ട്. അപ്പോൾ ഒരു ഈറ്റുനോവിൻ്റെ ആനന്ദവും അതേസമയം വേദനയും, ഇതാണല്ലോ ജീവിതത്തിൻ്റെ ഒരു രക്തചുരുക്കം. രണ്ടും കൂടി ചേർന്നതാണ്. അതിൻ്റെ ഒരു പ്രതീകമാണ് പ്രാവ്. അതിനോട് ചേർത്ത് വെക്കുന്ന മറ്റൊരർത്ഥമുണ്ട്. ഈ പ്രാവുകൾ ഏതാണ്ട് എല്ലായ്പ്പോഴും 2 മുട്ടകളാണ് ഇടുക, ഒന്നല്ല. ഈ സ്ത്രൈണതയുടെ, സ്ത്രീശക്തിയുടെ, സർഗശക്തിയുടെ ഒക്കെ പ്രതീകമാണ് 2. യേശു തൻ്റെ കുരിശുമരണത്തെ സ്ത്രീയുടെ പ്രസവവേദനയോട് ഉപമിക്കുന്നുണ്ട്. യോഹന്നാൻ 16:21. ആദാമിൻ്റെ പാർശ്വം പിളർന്ന് ഹവ്വയെ സൃഷ്ടിച്ചതുപോലെ അവസാനത്തെ ആദമായ യേശുവിൻ്റെ പാർശ്വം പിളർന്ന് ജലത്തിലും രക്തത്തിലും സഭ പിറന്നു വീഴുന്നു. യോഹന്നാൻ 19:30-34. ജലത്താലും രക്തത്താലും, ജലത്തിൽ മാത്രമല്ല ജലത്താലും രക്തത്താലും 2 സംഗതികളിലൂടെ വന്നവൻ യേശുക്രിസ്തുവാണ് എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5:6. ജലത്താലും രക്തത്താലും, ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലും, 2. അപ്പോൾ പ്രാവ് എപ്പോഴും 2 മുട്ടകളിടുന്നു. അത് ഈ 2ലേക്കാണ് സൂചന. ജലത്താലും രക്തത്താലും എന്നുള്ള ആ സൂചനയാണ്. ആ സൂചന ഇല്ലേ, സ്ത്രീക്ക് പ്രസവവേദന പോലെയാണ് എനിക്ക് ഈ മരണവേദന എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. ആ മരണവേദന സമയത്ത്, പ്രസവവേദന സമയത്ത് ഒരു ശിശു ജലത്തിലും രക്തത്തിലും പിറന്നു വീഴുന്ന പോലെ യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ജലത്തിലും രക്തത്തിലും, മാമോദീസയിലും കുർബാനയിലും സഭ പിറന്നു വീഴുന്നു. ആ 2 ജലത്താലും രക്തത്താലും, അതാണ് പ്രാവിൻ്റെ 2 മുട്ടകൾ ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് ഈ അതിരാവിലെ ആദ്യം കേൾക്കുന്നതും സായം സന്ധ്യയിൽ അവസാനം കേൾക്കുന്നതും പ്രാവിൻ്റെ സംഗീതമാണെന്നൊരു പാരമ്പര്യമുണ്ട്. പ്രാചീന വീക്ഷണമനുസരിച്ച് ആധ്യാത്മിക ലോകവും ഭൗതിക പ്രപഞ്ചവും, അതായത് രാത്രിയും പകലിനും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതായത് ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവും വേർതിരിക്കുന്ന തിരശീല ഏറ്റവും നേർത്തിരിക്കുന്നത് ഈ 2 സമയങ്ങളിലാണ്. ഈ ഹിന്ദുക്കൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന അതിരാവിലെ, പിന്നെ സായം സന്ധ്യയിൽ. അപ്പോൾ ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള ആ വേർതിരിക്കുന്ന തിരശീല ഏറ്റവും നേർത്തിരിക്കുന്ന സമയമാണ് അതിരാവിലെ, പിന്നെ സായം സന്ധ്യയിൽ. ആ സമയത്ത് എപ്പോഴും കേൾക്കുന്നത് പ്രാവിൻ്റെ സംഗീതമാണ്, കുറുകലാണ്. അതിനാൽ പ്രാവും അതിൻ്റെ സംഗീതവും ഈ തിരശീലയെ വേർതിരിക്കുന്ന ആധ്യാത്മിക ലോകവും പിന്നെ ഭൗതിക ലോകവും തമ്മിലുള്ള ആ ഏറ്റവും നേർത്തിരിക്കുന്ന സമയത്ത് 2നെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ആ സംഗീതമായിട്ടാണ് പ്രാവിൻ്റെ കുറുകലിനെ പ്രാചീന ലോകം കണ്ടിരുന്നത്. ഇപ്പോൾ ഈ 2 ലോകങ്ങൾ, ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവും തമ്മിൽ വേർതിരിക്കുന്ന തിരശീല മാറ്റി കൂട്ടിയോജിപ്പിക്കുന്നത് യേശുവാണ്. അവിടെ പ്രാവിൻ്റെ സംഗീതം വേണം, പരിശുദ്ധാത്മന സംഗീതം വേണം. ആ പരിശുദ്ധാത്മന സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു ആധ്യാത്മിക ലോകത്തെയും ഈ ഭൗതിക ലോകത്തെയും കൂട്ടിയോജിപ്പിക്കുന്നത്, ആ തിരശീല നേർത്തതാക്കി മാറ്റുന്നത്, തുറക്കുന്നത്. ഭൗതിക ലോകത്തിന് ദൈവിക ലോകത്തെ പ്രവേശിക്കാനായി തിരശീല കീറി പാതയൊരുക്കിവൻ യേശുവാണല്ലോ, ഹെബ്രായ ലേഖനം 10:20. അതുപോലെ ദൈവത്തിന് നമ്മുടെ ലോകത്തേക്കും പ്രവേശിക്കാനുള്ള ആ പഴുതുണ്ടാക്കിയത് തിരശീല, അവൻ്റെ പാർശ്വമാകുന്ന തിരശീല കീറി പാതയൊരുക്കിയത് യേശുവാണ്, ഹെബ്രായ ലേഖനം 10:20. അപ്പോൾ പ്രാവിൻ്റെ സംഗീതം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സംഗീതം പശ്ചാത്തലത്തിലുള്ളപ്പോഴാണ് ഈ ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള ആ തിരശീല പതുക്കെ മാറ്റി ഈ 2 ലോകവും തമ്മിൽ ദൈവത്തിന് നമ്മിലേക്ക് വരാനും നമുക്ക് ദൈവത്തിലേക്ക് പോകാനുമുള്ള ആ സാധ്യത ഒരുക്കിയത്. ദൈവം നമ്മിലേക്ക് വരുന്നു, അതാണ് മാമോദീസയും പിന്നെ വിശുദ്ധ കുർബാനയും. നാം ദൈവത്തിലേക്ക് പോകുന്നു, അവനെ സ്വീകരിച്ച് ഈ യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചേർക്കപ്പെടുന്നു. അങ്ങനെ സാക്ഷാൽ മുന്തിരിയായ അവൻ്റെ ശാഖയായിട്ട് നമ്മൾ മാറുന്നു. ആ സാക്ഷാൽ ഒലിവ് വൃക്ഷമായ അവൻ്റെ ശാഖയായി നമ്മൾ മാറുന്നു. നാം യേശുവിനോട് ഒട്ടിച്ചേർക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ കുറുകലിൻ്റെ രൂപത്തിൽ സംഗീതം ആലപിക്കുന്നു. എത്രയോ മനോഹരമായ സങ്കല്പങ്ങളാണ്. ഞാനീ പറഞ്ഞ ഓരോ കാര്യവും 12 13 ഉത്തരങ്ങൾ ഞാൻ നൽകി, പ്രാവിൻ്റെ വിവിധ അർത്ഥങ്ങൾ. നിങ്ങൾ 2 3 4 പ്രാവശ്യം കേൾക്കണം, നോട്ട് കുറിക്കണം. ഞാൻ പലരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്.
എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫയൽ ഉണ്ടാക്കണം. അതായത് ഓരോ തിരുവചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, വിഷയങ്ങൾ, അത് നിങ്ങൾ അകാരാതി ക്രമത്തിൽ ഈ എന്നുള്ള ക്രമത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു സംഗതി വരുമ്പോൾ ആ ഫയൽ എടുത്ത് നോക്കിയാൽ, അക്ഷരമാല ക്രമത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് നോക്കിയാൽ അത് തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ, തിരുവചന പാഠങ്ങളുടെ ക്രമത്തിലാകാം. മത്തായി 1:1 അല്ലെങ്കിൽ മർക്കോസ് 1 അങ്ങനെയൊക്കെ ആകാം. വിഷയങ്ങളുടെ രൂപത്തിലാകാം. ഇപ്പോൾ പ്രാവ് ഒരു വിഷയമാണ്, പരിശുദ്ധാത്മ ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ വിഷയങ്ങളുടെ രൂപത്തിലും നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. 2, 3 ഇപ്പോൾ ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ ഒരു പ്രസംഗം 6 പ്രാവശ്യം ഞാൻ കേട്ടു, അതിന് നോട്ട് കുറിച്ചു. കാരണം ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ മുഴുവൻ അർത്ഥം കിട്ടണമെന്നില്ല. ഇപ്പം തന്നെ നമുക്ക് അരമണിക്കൂറിന് മേലെയായി. ഞാൻ ഇതേക്കുറിച്ചൊക്കെ ഓരോന്നിനെ കുറിച്ച് വിശദീകരിച്ചാൽ ചുരുങ്ങിയത് 3-3.5 മണിക്കൂറാവും. അത്രയും നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ സ്ക്വീസ് ചെയ്താണ് ഞാൻ പറയുന്നത്. നിങ്ങളത് 2, 3, 4 പ്രാവശ്യം കേൾക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. ഈ എപ്പിഫനി ദനഹ എന്ന് പറയുമ്പോൾ, ഈ ദൈവിക വെളിപാട് അല്ലെങ്കിൽ ഉന്നതത്തിലുള്ള വെളിപാടെന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ പെന്തക്കോസ്ത് അനുഭവം, നമുക്കുണ്ട് ഒരു പെന്തക്കോസ്ത് അനുഭവം. ആ യേശുവിൻ്റെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ, നമ്മുടെ പെന്തക്കോസ്ത് അനുഭവം വീണ്ടും നവീകരിക്കപ്പെടാൻ ഈ എപ്പിഫനി, ഈ തിയോഫനി, ഈ ദനഹ തിരുനാൾ കാരണമാകട്ടെ.